ജോസിനെ എവിടേക്കാ? ഞാനേ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് മേടിക്കാനായിട്ട്. ആരാണ്? നമ്മുടെ കുട്ടാട്ടന്റെ വണ്ടിയില്ലേ, അത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. 25,000 പറയണത്. കുഴപ്പമില്ല, വണ്ടി കുഴപ്പമില്ല. ഞാൻ ഒരു പ്രാവശ്യം നോക്കിണ്ടായിരുന്നത്. ഇന്നലെ ചെല്ലാൻ പറഞ്ഞതാ, പൈസ ഉണ്ടേ. ഗൂഗിൾ പേ ഒന്നും ചെയ്യാൻ പറ്റില്ലാന്ന്. അപ്പൊ പൈസ റെഡി ആയില്ല? പൈസ റെഡി ഉണ്ട്. റെഡി ക്യാഷ് വേണമെന്ന് പറഞ്ഞത്. അതെ, നടന്ന് വയ്യാണ്ടായിടോ. ഒരു വണ്ടി എന്തായാലും വേണം. ഞാനേ കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം. താൻ മേടിക്ക്. നീ എന്തായാലും കച്ചവടം നടത്തിട്ട് വാ. ചേട്ടാ കുട്ടാട്ടനാണ്ട കുട്ടിയുടെ സൈക്കിൾ ഷാപ്പിന്റെ അവിടെ നിൽക്കണ്ടാ. സൈക്കിൾ കട എവിടെയാ? വണ്ടി എനിക്ക് ഇഷ്ടമായി കേട്ടാ. ഇത് സ്വിഗ്ഗിയിൽ ഓടുന്ന വണ്ടിയാ, ഡെയിലി ഓട്ടുള്ളതല്ലേ. നല്ല കളറാ. ഞാനിത് ആകാശനീലയാണ് വിചാരിച്ചേ, പക്ഷെ കുറച്ച് ഡാർക്കാ. പക്ഷെ എന്നാലും നല്ല വണ്ടിയാ. കാശ് ഞാൻ തരാം. എനിക്ക് ഈ നമ്പർ ഉണ്ടല്ലോ, നമ്പർ ഭയങ്കര ഏറ്റവും ഇഷ്ടമായി. ഞാൻ ഈ 9ന്റെ ആളാണ്. നോക്കുമ്പോ 9. ശരി കേട്ടാ, നന്നായി പറ്റോ. 9ന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് കണ്ടപ്പോഴേ തോന്നി. എന്തായി സാധനം കച്ചവടമായി. കച്ചവടമായി? അപ്പൊ താനല്ല എന്നോട് വരാൻ വേണ്ടി ഞാൻ പൈസ കൊണ്ടുവന്നത്. അതേ, നീ 2 ആഴ്ചയില് എന്നെ വട്ടം കറക്കണ്. എനിക്ക് പൈസക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് കച്ചവടം ചെയ്തത്. അത് ശരി. അപ്പൊ ഞാൻ 25,000 കൊണ്ടുവന്നത് പുളുത്താനാ? താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അത് ഒപ്പിച്ചോണത്? അതേ, ഞാൻ അത് 30,000 രൂപയ്ക്ക് കച്ചവടം ചെയ്തത്. എനിക്ക് ലാഭമുള്ള പരിപാടിയല്ലേ ഞാൻ നോക്കുള്ളൂ. അത് ശരി. അപ്പൊ താൻ ഈ വണ്ടി കൊണ്ടു ഇവിടുന്ന് എനിക്ക് കച്ചവടം ചെയ്ത വണ്ടി അത്ര തരണെങ്കിൽ താൻ ഇവിടുന്ന് കൊണ്ടുപോകാൻ വണ്ടി. അത് ഞാൻ ആള് കാശ് തന്നതാ. നീ കാശ് തന്നിട്ടില്ലല്ലോ. ഞാൻ കാശ് തന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നാ? മുമ്പ് പറഞ്ഞല്ലോ, കാശ് കിട്ടിയില്ലല്ലോ. ഇത് കാശ് കിട്ടി. അന്നാ താൻ ഈ വണ്ടി കൊണ്ടുപോകാ. എത്ര ദൂരം കൊണ്ടുവന്ന് ഞാൻ നോക്കട്ടെ. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ പെരുമ്പാവൂരിന്ന് വരുന്നത്. പുലർച്ചെയാണ് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടെ. ഹെൽമെറ്റ് വരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാശും കൊടുത്തു. ഇവിടെ താക്കോല് വണ്ടി കൊണ്ടുപോകുന്നത്. അതെ, ഞാനിത് സംഭവം ചേട്ടാ. അതെ, ഇത് ആദ്യം ഞാൻ പറഞ്ഞു വെച്ച വണ്ടിയാണ്. മനസ്സിലാവണ്ട? അതൊന്നും എനിക്കറിയണ്ട. എന്റെ കയ്യിൽ വണ്ടി ഇവിടെ താക്കോല് കിട്ടിയിട്ടുണ്ട്. വണ്ടി ഞാൻ കൊണ്ടുപോകും. നിനക്ക് ആളറിയാണ്ട. ആള് പോലീസിലുള്ള. പോലീസല്ല, പട്ടാളായാലും ശരി. ചേട്ടൻ ഈ വണ്ടി കൊണ്ടുപോയാ ലോകത്ത് എവിടെ കൊണ്ടുവച്ചാലും ഞാൻ അടിച്ചു പറ്റും. കാരണം ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്യ്. എനിക്ക് പറ്റാവുന്ന ഞാനും ചെയ്യും. എന്നിട്ട് പ്രശ്നമൊന്നുമില്ല. എനിക്ക് വണ്ടി കച്ചവടം ചെയ്യാന്നുണ്ട് ഇങ്ങനെ ഈ പുള്ളിക്ക് കച്ചവടം ചെയ്തു. വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല. അത്രേയുള്ളൂ. നിനക്ക് ജോസിന്റെ സ്വഭാവം അറിഞ്ഞൂടെ? അവന്റെ ഇത് കാശ് കിട്ടോ കിട്ടില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കുക? ജോസേട്ടാ, ഈ കാര്യം വിട്ടുപിടിക്കേ. ആദ്യം കാശ് എന്നവർക്ക് വണ്ടി കൊടുക്ക്. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. തനിക്ക് ഇതിനെക്കാട്ടും നല്ല വണ്ടി ഞാൻ സംഘടിപ്പിച്ചുതരാ. വണ്ടി വിട്ടു കൊടുക്കണ പ്രശ്നമില്ല. അല്ലെങ്കിൽ പിന്നെ എനിക്ക് കമ്മീഷൻ തരണം 2,000 രൂപ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പോയാ നോക്കടാ. എന്റെ സസ്പെൻഷൻ ഒന്നും കഴിഞ്ഞോട്ടെ. കേറിയാ നിന്നെ ഇല്ലാത്ത കേസ് ഇട്ട് ഞാൻ അകത്താക്കും. മനസ്സിലായോ നിനക്ക്? അവര് കച്ചവടം ചെയ്തോട്ടാ. ഇതിലെങ്കിലും നീ ഇവിടെ കാണിക്കാണ്ടിരിക്കേ. ചെല്ലോ ദിവസേ പോയേ. അത് ശരി. അപ്പൊ നിങ്ങളെല്ലാരും ഇപ്പൊ ഒരു ടീമായി. ജോസ് പൊട്ട അല്ലേ? കുഴപ്പമില്ല. കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്ത് തന്നെ വരും അവസാനം എല്ലാരും. കേട്ടാ? ശരി എന്നാ കാണാട്ടാ. വണ്ടി സംഘടിപ്പിച്ചാരാടാ. എന്നാ ശരി. ശരി സാർ. അല്ല സാറേ, എന്തായിരുന്നു സസ്പെൻഷൻ? അതൊന്നും പറയണ്ടാന്നേ. ഞങ്ങളുടെ അവിടെ ഒരു ബാങ്ക് മോഷണം നടന്നു. കൈക്കൂലി വാങ്ങി. ആ തെണ്ടികളാണെങ്കിൽ അത് മുഴുവൻ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. വിട്ടുന്നല്ലാണ്ട് എന്താ പറയാ. കാശിനും വരുന്നേ. അതൊന്നും നമ്മളെ സംബന്ധിച്ച് പ്രശ്നമല്ല. ഈ കൈക്കൂലി വാങ്ങി ശീലം കളയാൻ പറ്റില്ലല്ലോ നമുക്ക്. ശരി കേട്ടാ. അതേ, ജോസിനെ സൂക്ഷിച്ചാ. ജോസിന്റെ പോക്ക് കണ്ടിട്ടേ അവൻ ആ വണ്ടി എവിടെന്നെങ്കിലും അടിച്ചു വരാൻ തോന്നുന്നു. അവന്റെ സ്റ്റോക്ക് ഒക്കെ തീർന്നു. ഇതാ വണ്ടി വിറ്റ 30,000 പിടിച്ചേ. തന്നിട്ട് പറഞ്ഞേ 20,000 രൂപയ്ക്ക് വണ്ടി വിൽക്കാൻ പറ്റുള്ളതല്ലേ പറഞ്ഞേ. ഇപ്പൊ എന്നാ 30,000 രൂപ കിട്ടിയാ? അതെ, അപ്പച്ചന്റെ വണ്ടീനത് 20,000 രൂപ അപ്പച്ചന് കൊടുക്കണം. ബാക്കി 10,000 രൂപ നമ്മുടെ കമ്മീഷൻ. അതിൽ 9,000 എനിക്ക് 1,000 രൂപ തന്റെ കമ്മീഷൻ. 1,000 മുഴുവൻ ഐഡിയ എന്റെ അല്ലേ? തന്റെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര മോശം നടന്നു. അതെ, 1,000 രൂപ ഗൂഗിൾ പേ ചെയ്യാം. അത് മതി. ഗൂഗിൾ പേയാ? അപ്പൊ ആ കാശും പോയി. ഇനി പഴത്തിന്റെ കാശ് കൊടുക്കണല്ലേ ദൈവം. അതെവിടെ നിന്ന് കൊടുക്കും?